ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദോശമാവിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് ഞൊടിയിടയിൽ ഉണ്ടാക്കാം. പെട്ടെന്ന് ഇപ്പോൾ പച്ചരി ഒന്നും കുതിർത്തിടാമെന്ന് പേടിക്കണ്ട. പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും കിട്ടും. ദോശ ഇഡ്ഡലി എന്തും കിട്ടും. അതിനായിട്ട് നമുക്ക് ആദ്യമേ 100 ഗ്രാം ഉഴുന്ന് ഓരോരുത്തർക്ക് ആവശ്യമുള്ള ഇഡ്ഡലി ദോശ എന്തോരം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനാവശ്യമുള്ള ഉഴുന്നെടുക്കാം കേട്ടോ. എനിക്ക് കുറച്ച് മതി, അതുകൊണ്ട് 100 ഗ്രാം ഉഴുന്നെടുക്കുന്നുണ്ട്. ഉഴുന്ന് അല്പം കൂടുതലാണ് നല്ലത്, സോഫ്റ്റ് ആയി കിട്ടും. അത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കിത് കുതിരാൻ വെക്കാം. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഈ കപ്പിന് 2 കപ്പ് വെള്ളം, ഇത് കുതിരാനായിട്ടുള്ള വെള്ളം. ഇത് നെകയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1-2 മണിക്കൂർ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. പിന്നെ ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാമെന്നാലും ഞാൻ പറയാം, അറിയാത്തവർക്കാണിട്ടത്. ഉഴുന്നിൻ്റെ കൂടെ നമുക്ക് വെള്ളത്തിലിടും അല്പം ഉലുവ, ഒരല്പം, ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഇത്ര മതി. എൻ്റെ ഉഴുന്ന് ഇത്ര മതി. അല്പം ഉലുവ നമുക്കിതൊന്ന് കഴുകിയിടാം. ഇത് ക്രിസ്പിനെസ് കിട്ടാനൊക്കെ ഉണ്ടാകും, നല്ല മൊരുവരിപ്പാവും. ഉഴുന്നിൻ്റെ കൂടെ നമുക്ക് കുതിരാൻ വെക്കാം. ഇനി 1-2 മണിക്കൂർ ഉണ്ട് നമുക്ക് ഇത് എടുക്കാം കേട്ടോ. 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയ ഉഴുന്നും ഉലുവയാണ് ഇത്. ഇതൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. വേണ്ട, ഈ രൂപത്തിൽ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം കേട്ടോ. ഉഴുന്ന് അടിയാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചത് കേട്ടോ. ഓവറായിട്ട് ഒഴിക്കരുത്. ഉഴുന്ന് നെകക്കെ നിൽക്കണ വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ ഒഴിക്കരുത് കേട്ടോ. നല്ല തിക്കായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കപ്പ് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് അരിയാണെങ്കിലും എടുക്കാം, കുത്തരിയോ ഏത്. ഞാൻ ഈ വെള്ളരി എടുത്തേക്കണം. ഈ വെള്ളരി ഒരു കപ്പ്, ചെറിയൊരു കപ്പാണ് കേട്ടോ. ഉഴുന്നിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം കേട്ടോ. കൂടുതൽ ഉഴുന്നുണ്ടെങ്കിൽ 2 കപ്പൊക്കെ എടുക്കാം. ഞാനൊരു കുഞ്ഞു കപ്പ് എടുത്തേക്കണം. ഇത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ അരിപ്പൊടിയും ഇടണ്ട കേട്ടോ. അരിപ്പൊടിയും ഒന്ന് കറക്കി എടുക്കാം. അരിപ്പൊടി ഇതിനകത്ത് 2 കപ്പ് വറുത്തരിപ്പൊടിയാണ് കേട്ടോ. വറുത്തരിപ്പൊടിയാന്നോർത്ത് ആരും പേടിക്കണ്ട. നല്ല സോഫ്റ്റായ ഇഡ്ഡലി ആയാലും ദോശ ആയാലും നമുക്ക് കിട്ടും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റായ മാവും പൊങ്ങി വരും നല്ലോണം. അപ്പോൾ പച്ചരി ഇട്ടില്ലെന്നോർത്ത് ആരും വിഷമിക്കേണ്ട. ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഒരു 3-4 മണിക്കൂർ ഇതൊന്ന് അടിച്ചു വെച്ചിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഈ ചെറിയ കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കണം. കാരണം ആ ഉഴുന്നിന് അത്ര അരിപ്പൊടി മതി, അതുകൊണ്ടാണ് കേട്ടോ. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചത് അടിയാൻ വേണ്ട വെള്ളം ഒഴിച്ച് നമുക്കിത് അടിച്ചെടുക്കാം. ആ ചോറും അരിപ്പൊടിയും കൂടി നല്ലോണം മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഉഴുന്നിൻ്റെ മാവിലേക്ക് ഒഴിക്കാം. അടിച്ചു വെച്ച ഉഴുന്ന് മാവിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. കൈയൊക്കെ നല്ലോണം വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ നല്ലോണം. അപ്പോൾ കൈയുടെ ആ ടെമ്പറേച്ചറും എല്ലാം കൂടി നല്ലോണം ഇത് പുളിച്ച് പൊങ്ങാനുള്ള പെട്ടെന്ന് പൊങ്ങി വരും. നമുക്ക് നല്ലോണം കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കിയാൽ ശരിയാവില്ല. നമ്മുടെ കൈ വെച്ച് തന്നെ നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുക്കാം. ചിലർ ഈസ്റ്റൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ. ഞാൻ അതൊന്നും ഇടാറില്ല. അല്ല, ഉപ്പിട്ട് മടിക്കണവരുണ്ട്. ഉപ്പ് ഞാൻ രാവിലെ ഇടാറുള്ളൂ. നല്ലോണം പൊങ്ങി വരും കേട്ടോ രാവിലെ. ദോശക്ക് മിഡിലേക്കൊക്കെ മാവ് കൊടുക്കുമ്പോൾ എപ്പോഴും അല്പം വലിയൊരു കുഴിയുള്ള പാത്രത്തിൽ നമ്മൾ കലക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പൊങ്ങി വരുമ്പോൾ അത് പോകും. ഇപ്പം പ്രത്യേകം ചൂടത്ത് വെക്കണേ. ഇപ്പം ചൂടാറിനെ പെട്ടെന്ന് പൊങ്ങി വന്നോളും. നല്ലോണം മാവ് കുഴച്ചിട്ടുണ്ട്. നല്ലൊരു ടൈറ്റായ പാത്രം വെച്ച് നമുക്കിത് മൂടി വെക്കാം. രാവിലെ ആകുമ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ പച്ചരി വെള്ളത്തിലിടണമെന്നൊന്നുമില്ല, എങ്ങനെ ആയാലും ഉണ്ടാക്കാം. നമുക്കിനി രാവിലെ കാണാം കേട്ടോ. ഞാനിപ്പോൾ രാത്രിയാണിത് വെച്ചേക്കണത്. നല്ല ടൈറ്റായ ഒരു പാത്രം വെച്ച് മൂടിയിടും. നമ്മൾ നേരം വെളുത്ത് ഇന്നലെ ദോശക്ക് വെള്ളിക്ക് അരച്ച മാവ് പൊങ്ങിയോ നോക്കാം. 7 മണി 7:30 സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നോക്കാം പൊങ്ങിയൊന്നും. നല്ല മൂടി നല്ല അടച്ചുറപ്പുള്ളൊരു പാത്രമായിട്ട് നല്ല ബലത്തോടെയുണ്ട് ഞാൻ മൂടി വെച്ചത്. അപ്പോൾ എയറൊന്നും പോകാതിരിക്കാൻ പെട്ടെന്ന് പൊങ്ങിയാനായിട്ട് നോക്കാം. നമുക്ക് പൊങ്ങിയത് എങ്ങനെയാണ്, പൊങ്ങിയോ പൊങ്ങിയില്ലേ നോക്കാം. അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അരപ്പാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കലക്കി വെച്ചപ്പോൾ നിങ്ങൾ കണ്ടിരുന്നില്ല, അരപ്പാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതേ 3/4 പാത്രം, ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ കണ്ട. ബാക്കി അത്രയും പൊങ്ങിയത് മൊത്തം പൊങ്ങി വന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, പച്ചരി വേണമെന്നൊന്നുമില്ല, അരിപ്പൊടി. ഇങ്ങനെയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ആയാലും ഇഡ്ഡലി ആയാലും എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്യണേ. ഓക്കെ, ബൈ.